Hello guys, welcome to my YouTube channel Marine Unfiltered. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള ഫസ്റ്റ് ലോങ് വീഡിയോ ആണിത്. ദിസ് ഈസ് ഡേ 1 ഓഫ് അവർ വെള്ളങ്ങണി ട്രിപ്പ്. കുറേ നാൾക്ക് ശേഷം വെള്ളങ്ങണി പോയതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ഞങ്ങളുടെ പള്ളിയിലെ സെൻട്രൽ കമ്മിറ്റിയാണ് ഈ ഒരു ട്രിപ്പ് ഒരുക്കിയത്. ഏപ്രിൽ 10th വൈകിട്ടാണ് ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഒരു 5 മണിയായപ്പോഴേക്കും വണ്ടി ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ഏകദേശം ഒരു 45 പേര് ഇൻക്ലൂഡിങ് 3 അച്ഛന്മാരാണ് ട്രിപ്പിലുണ്ടായിരുന്നത്. വേളങ്കണ്ണിയിൽ ഒരുപാട് വട്ടം പോയിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഞാൻ പള്ളിയിൽ നിന്ന് പോകുന്നത്. അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് കുറച്ച് സ്നാക്സും വെള്ളമൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വണ്ടി കയറി. എവിടെയെങ്കിലും പോകുമ്പോൾ സ്ഥിരമുള്ള ഫോട്ടോഷൂട്ടും കഥ പറച്ചിലൊക്കെ ആയിട്ട് ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ ഗ്യാങ് ആയിട്ട് എവിടെയെങ്കിലും പോകുന്നവരാണെങ്കിൽ അറിയായിരിക്കും, ഡിവോഷണൽ സോങ് അത് മസ്റ്റാണ്. അങ്ങനെ പാട്ടൊക്കെ കേട്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് പരിപ്പുവട കിട്ടി. വണ്ടിയിലുള്ള എല്ലാവർക്കും വേണ്ടി പരിപ്പുവട ഉണ്ടാക്കി കൊണ്ടുവന്നത് നമ്മുടെ സെലി ചേച്ചിയായിരുന്നു. സമയം ഒരു 6:30 നമ്മൾ ജപമാല സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ചെറിയൊരു ബ്ലോക്ക് കിട്ടി. അപ്പോഴാണ് KL രജിസ്ട്രേഷനുള്ള ഒരു പുതിയ വണ്ടി കണ്ടത്. സംഭവം ഷോറൂമിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്ന പുതിയ സ്ലീപ്പർ ബസ്സായിരുന്നു. ഫോണിൽ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഏതോ ഒരു പെട്രോൾ പമ്പ് എത്തിയപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തി. അങ്ങനെ ഫുഡ് സെറ്റ് ചെയ്യുന്ന ടൈം കൊണ്ട് എല്ലാവരും വാഷ്റൂമിലൊക്കെ പോയി ഫ്രഷ് ആയിട്ട് വന്നു. ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ കറിയും ചപ്പാത്തിയായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പമ്പിലൂടെ കുറേ നേരം തേരപ്പര നടന്നു. ഒരു സ്നിക്കേഴ്സിന്റെ പാക്കറ്റിന് വേണ്ടിയിട്ട് അമ്മയും മക്കളും തല്ലി പിടിക്കുന്ന സീനാണിത്. എന്താല്ലേ, കുട്ടികളുടെ മനസ്സാ. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച ഭക്ഷണം ദഹിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തം നടന്നപ്പോഴേക്കും വണ്ടി എടുക്കാൻ സമയമായി. ചിക്കൻ കറി കഴിച്ചു കഴിഞ്ഞിട്ടുള്ള ഉറക്കത്തിന് വേണ്ടി എല്ലാവരും റെഡിയാകുകയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. ഇടയ്ക്ക് എപ്പോഴോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയായിരുന്നു, പക്ഷെ അതിന്റെ ക്ലിപ്പിങ്സ് എടുക്കാൻ പറ്റിയില്ല. ഡേ 2 നമ്മളെ വെൽക്കം ചെയ്തത് ഒരു ബ്യൂട്ടിഫുൾ സ്കൈ ആയിരുന്നു. സാധാരണ ഇങ്ങനെ കാണാൻ ചാൻസ് കിട്ടാത്തതാണ്. ഇന്ന് നമ്മൾ വെളുപ്പിന് 5:30 ആയപ്പോഴേക്കും വേളങ്കണ്ണിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. റൂംസ് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യാൻ നോക്കിയിരുന്നെങ്കിലും തിരക്കായതുകൊണ്ടൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. അവിടെ എത്തിയിട്ടാണ് നമ്മൾ റൂംസ് ബുക്ക് ചെയ്തത്. 2 ബിൽഡിങ്ങിലായിട്ടാണ് നമുക്ക് റൂം കിട്ടിയത്. അങ്ങനെ നമ്മൾ റൂമിലെത്തി, ബാഗൊക്കെ വെച്ചു. റൂം അത്യാവശ്യം നല്ലതായിരുന്നു, പക്ഷെ കുറച്ച് ചെറുതായിരുന്നു. അങ്ങനെ നമ്മൾ താഴെയുള്ള ചായക്കടയിൽ ജസ്റ്റ് ഒരു കാലി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. തിരിച്ച് റൂമിൽ വന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഇന്ന് അപ്പവും മുട്ടക്കറിയായിരുന്നു രാവിലെ. അതിനുശേഷം നമ്മൾ ഓട്ടോ പിടിച്ചിട്ട് പള്ളിയിലേക്ക് പോയി. നമ്മുടെ നാട്ടിലുള്ള പോലെ അല്ല, ഇവിടത്തെ ഓട്ടോയിൽ കയറുന്നത് ഏതാണ്ട് വീഗാലാൻഡിൽ റൈഡ് പോണ പോലെയാ. എവിടെയും പിടിച്ചിരുന്നില്ലെങ്കിൽ എപ്പോൾ വേണേലും തെറിച്ച് പുറത്തേക്ക് പോവാം. ഇവിടെ രാവിലെ 9 മണിക്കാണ് മലയാളം കുർബാന ഉള്ളത്. അത് നമ്മുടെ മോർണിംഗ് സ്റ്റാർ ചർച്ചിലായിരുന്നു. ഇന്നത്തെ കുർബാനയ്ക്ക് ഞങ്ങൾ അച്ഛന്മാരും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പള്ളിയിൽ കയറി കാഴ്ചവെപ്പിനുള്ള ഓസ്തിയൊക്കെ മേടിച്ചു. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ പള്ളിയിൽ 1 ഇഞ്ച് സ്ഥലം വിടാതെ ആളായിരുന്നു. കുർബാന കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നിയോഗങ്ങൾ സമർപ്പിച്ച് ഒരുപാട് പേര് അവിടെ മുട്ടിലഴിഞ്ഞും അടിവെച്ച് നടന്നും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആ പള്ളിയിൽ മാത്രം പോകാൻ പറ്റിയില്ല, അവിടെ മെയിൻ്റനൻസ് നടക്കുന്നുണ്ടായിരുന്നു. ഒട്ടും ദാക്ഷ്യണ്യം ഇല്ലാത്ത ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അടുത്തുള്ള ഒരു കടയിൽ കയറി വെള്ളം മേടിച്ചു കുടിച്ചു. അടുത്തത് നമ്മൾ പോയത് ഇവിടെ അടുത്തുള്ളൊരു ചാപ്പലിലേക്കായിരുന്നു. ഈ ഏരിയയിലായിട്ടൊരു മ്യൂസിയം ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഇപ്പൊ പൊളിച്ചു കളഞ്ഞു. നടന്ന് ക്ഷീണിച്ചത് കാരണം കുറച്ചു നേരം പുറത്തിരുന്ന വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ചാപ്പലിൽ കയറി പ്രാർത്ഥിച്ചു. കുറച്ചു നേരം ചാപ്പലിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നമ്മൾ തിരിച്ചു റൂമിലേക്ക് പോയി. വണ്ടിയിൽ ഇരുന്നുള്ള ഉറക്കം ശരിയാവാത്ത കാരണം കുറച്ചു നേരം കിടന്ന് ഉറങ്ങി എണീറ്റപ്പോഴേക്കും ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാനായി. ഉച്ചയ്ക്ക് കഴിക്കാൻ നല്ല മാങ്ങാച്ചാറും ബീഫും ക്യാബേജും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പോയി കിടന്നുറങ്ങി. പിന്നെ എണീക്കുന്നത് വൈകിട്ട് ചായ കുടിക്കാൻ സമയമായപ്പോഴാണ്. ചായക്ക് കൂടെ കഴിക്കാൻ കിട്ടിയത് ബ്രെഡ് പൊരിച്ചതായിരുന്നു. ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തി പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വീണ്ടും റെഡിയായി. തൊപ്പി മാറ്റി വീഡിയോക്ക് പോസ്റ്റ് ചെയ്യുന്ന മമ്മിയാണത്. എല്ലാവരും റെഡി ആയി കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മൾ ഇറങ്ങി. അപ്പനെ പണ്ടെപ്പോഴോ ആസാമിൽ നിന്ന് കിട്ടിയൊരു തൊപ്പിയാണിത്. പിന്നെ ആ തൊപ്പി വെച്ച് കുറച്ചു നേരം ഫോട്ടോഷൂട്ടായിരുന്നു. നമ്മൾ എടുത്ത റൂം ബീച്ചിന്റെ സൈഡിലായതുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് വലിയ ദൂരം ഉണ്ടായിരുന്നില്ല. സമയം ഒരു 5:45 6 മണിയായെങ്കിലും വെയിലിന് മാത്രം ഒരു ക്ഷാമം ഉണ്ടായിരുന്നില്ല. വൈകിട്ടായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും വൈകിട്ട് സമയത്ത് പള്ളി കാണാൻ നല്ല ഭംഗിയായിരുന്നു. ആ നിൽക്കുന്നതാണ് ഞങ്ങളുടെ കൂടെ വന്ന 3 അച്ഛന്മാര്. നടുക്ക് നിൽക്കുന്നതാണ് ഞങ്ങളുടെ വികാരി അച്ഛൻ.
അവിടെ നമ്മൾ പള്ളിയുടെ അകത്ത് പോയി നേർച്ചയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് എപ്പോൾ ഇറങ്ങിയാലും മാതാവിന്റെ രൂപത്തിലിട്ട ഈ പൂമാല കിട്ടാറുണ്ട്. അവിടുന്ന് നമ്മൾ പോയത് ഇവിടെ കൊന്തകളും രൂപങ്ങളും ബുക്കുകളൊക്കെ കിട്ടുന്ന ബിൽഡിങ്ങിലേക്കാണ്. ആദ്യം ഇതൊരു ഒറ്റ ഫ്ലോർ ബിൽഡിംഗ് ആയിരുന്നു, പിന്നെ ഇത് 2 സെക്ഷനായിട്ട് തിരിച്ചു. പഴയ ബ്ലോക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് കുറച്ചധികം ബുക്കുകളും പല ലാംഗ്വേജിലുള്ള ബൈബിളുകൾ, ഡ്രസ്സുകളൊക്കെയാണ്. പുതിയ ബ്ലോക്കിലുള്ളത് കൊന്തകള്, മാലകള്, പിന്നെ നല്ല ഭംഗിയുള്ള ഒരുപാട് ഫോട്ടോസും ഒരുപാട് സ്റ്റാച്യൂസ് ഒക്കെയാണ്. അവിടുന്ന് നമ്മൾ ഇറങ്ങിയപ്പോൾ മാതാവിന്റെ രൂപം കൊണ്ടുള്ള പ്രൊസഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ നല്ല തിരക്കായത് കാരണം ഞങ്ങൾ അടുത്തുള്ള ബിൽഡിങ്ങിൽ പോയി കുർബാനയ്ക്ക് എഴുതിച്ചു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും മാതാവിന്റെ രൂപം കൊണ്ടുള്ള പ്രദക്ഷിണം തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഇനി പോകുന്നത് ബീച്ച് സൈഡിലേക്കാണ്. ഇവിടെ പണ്ടത്തെക്കാളും ഒരുപാട് അധികം ഷോപ്പുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ നടന്ന് നമ്മൾ ബീച്ചിലെത്തി. പക്ഷെ പണ്ടത്തെ അത്രയും വൃത്തിയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ അധികം നേരം നിന്നില്ല. വെളങ്ങണ്ണിയിൽ വന്ന കടകളിൽ കയറുന്നത് ഒരു പതിവായതുകൊണ്ട് 2-3 കടയിലൊക്കെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ഒരുപാട് കടകളിൽ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും കഴിക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല. ഞങ്ങൾ ചെന്ന സമയത്ത് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം പൊട്ടറ്റോ സ്പ്രിങ് മേടിച്ചായിരുന്നു. പിന്നെ ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയി. എന്തായാലും നല്ലൊന്നാന്തരം നടന്നു. അങ്ങനെ നടന്ന് ക്ഷീണിച്ച് ലാസ്റ്റ് നമ്മൾ റൂമിലെത്തി. വേളങ്കണ്ണിയിൽ എപ്പോൾ വന്നാലും മിസ് ചെയ്യാണ്ട് കഴിക്കുന്ന ഒരു സാധനമുണ്ട്, ചിക്കൻ ഫ്രൈ. അങ്ങനെ അതൊക്കെ കഴിച്ചു വന്നപ്പോഴേക്കും നമുക്ക് രാത്രിയിലെ ഫുഡ് കഴിക്കാനുള്ള സമയമായി. എല്ലാവരും പല വഴിക്ക് പോയെങ്കിലും ഫുഡ് കഴിക്കാൻ സമയമായപ്പോൾ കറക്റ്റായിട്ട് എത്തി. നൈറ്റ് കഴിക്കാൻ ബിരിയാണി ആയിരുന്നു. അത് കഴിച്ചതും റൂമിൽ പോയതും കിടന്നതും മാത്രം ഓർമ്മയുള്ളൂ. ഇന്ന് നടന്നതിന്റെ ക്ഷീണം മൊത്തം ഉറങ്ങി തീർത്തു. അങ്ങനെ നമ്മൾ വേളങ്കണ്ണിയിലുള്ള ലാസ്റ്റ് ഡേ രാവിലെ തന്നെ ചെക്കൗട്ട് ഒക്കെ ചെയ്ത് പള്ളിയിൽ പോയി. സാധാരണ തിരിച്ചു പോകുന്ന ദിവസം നമ്മൾ രാവിലെ 6 മണിക്കത്തെ തമിഴ് കുർബാനയാണ് കാണാറ്. പക്ഷെ ഇന്ന് നമ്മൾ പോകുന്നത് കുറച്ച് വൈകിട്ടായതുകൊണ്ട് തന്നെ രാവിലെ 7:30 കുർബാനയാണ് കണ്ടത്. വേളങ്കണ്ണി വരെ വന്നിട്ട് തമിഴ് കുർബാന കണ്ടില്ലെങ്കിൽ അത് മോശമല്ലേ. നമ്മൾ പള്ളിയിലെത്തിയത് കുറച്ച് നേരത്തെ ആയതുകൊണ്ട് തന്നെ പള്ളിയുടെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. കുർബാന കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് വേഗം പോയി, കാരണം ഞങ്ങൾ മാത്രമേ ഫുഡ് കഴിക്കാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ രാവിലെ തന്നെ നല്ലൊരു പുട്ടും ഗ്രീൻ പീസ് കറിയും കഴിച്ചു, കൂടെ ഒരു ചായയും. അങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കും നമ്മൾക്ക് തിരിച്ചു പോകാനുള്ള സമയമായി. വണ്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് ഒരു കുട പോലും ഇല്ലാണ്ട് ബാഗും തൂക്കി വെയിലത്ത് നടക്കുന്ന ഇച്ചിരി ടാസ്ക് ആയിരുന്നു. അങ്ങനെ 10:45 11 മണിയായപ്പോഴേക്കും എല്ലാവരും തന്നെ വണ്ടിയിലെത്തി. ചൂട് മാത്രം സഹിക്കാൻ പറ്റുന്നുണ്ടായില്ല. ഇനി അങ്ങോട്ടുള്ള യാത്ര അധികം ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യത്തേത് ഒരു ലക്കി ഡ്രോ ആയിരുന്നു. ലോട്ടില് സീറ്റ് നമ്പർ എഴുതി അതിന്ന് ഒരാളെ പിക്ക് ചെയ്ത് ഗിഫ്റ്റ് കൊടുത്തു. പിന്നെ അങ്ങോട്ട് ഗെയിംസിന്റെ മേളമായിരുന്നു. ആദ്യം ബോൾ പാസിംഗ് ആയിരുന്നു. ബസ്സിന്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെയുള്ള എല്ലാവരും എൻജോയ് ചെയ്തു. 45 കണക്ക്, പിന്നെ അങ്ങോട്ട് 15ആയി, 10ആയി, 4ആയി. ഫസ്റ്റും സെക്കൻഡും കിട്ടിയവർക്ക് ഗിഫ്റ്റ് കൊടുത്തു. അപ്പൊ തന്നെ അടുത്ത ഗെയിം സ്റ്റാർട്ട് ചെയ്തു, ദംഷറാട്സ്. സിനിമ പേര് ഓരോ ആൾക്കാർക്കും കൊടുത്തത് അച്ഛനായതുകൊണ്ട് തന്നെ എല്ലാവരും അത്യാവശ്യം പണിപ്പെട്ടു. ഗെയിംസ് അവിടെ നടക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഈ പച്ചപ്പും ഹരിതാപയും കണ്ട് വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോഴേക്കും ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തി. ഫുഡ് കഴിക്കാൻ നിർത്തിയ സ്ഥലം എന്തായാലും കൊള്ളാം. കുറെ പച്ചപ്പും ഹരിതാപവും നടുക്കൊരു പെട്രോൾ പമ്പും. ഉച്ചയ്ക്ക് കഴിക്കാനുണ്ടായിരുന്നത് ചോറും നല്ല സാമ്പാറും ബീൻസും പിന്നെ കോഴി പൊരിച്ചതായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞാനും അപ്പയും കൂടി അടുത്തുള്ള ഒരു കുഞ്ഞു കടയിൽ പോയി കുറച്ച് മാങ്ങ മേടിച്ചു. ഇതുപോലുള്ള 1-2 കടകൾ ഒഴിച്ചാൽ അവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ തിരിച്ചു കയറി. ഒരുറക്കം കഴിഞ്ഞപ്പോഴേക്കും ചായ കുടിക്കാനുള്ള സമയമായി. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ചായയും പപ്സൊക്കെ കഴിച്ച് കുറച്ചു നേരം പുറത്തു കൂടി നടന്നു. ചായ കുടിക്കാൻ നിർത്തിയ സ്ഥലം ഡിണ്ടുങ്കലായിരുന്നു. അവിടുന്ന് നമ്മൾ പോകുന്ന വഴി മൊത്തം ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. കുറെ മലകളും ചെടികളും മരങ്ങളൊക്കെ ആയിട്ട്. ഏറ്റവും അടുത്ത് പറയേണ്ടത് സൺസെറ്റാണ്. കാരണം ഓരോ 100 മീറ്ററും കഴിയും തോറും സൺസെറ്റിന്റെ ഭംഗി അങ്ങ് കൂടിക്കൊണ്ടിരുന്നു. ടങ് ട്വിസ്റ്ററും കുസൃതി ചോദ്യങ്ങളൊക്കെ ആയിട്ട് ഗെയിംസ് അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് ഒക്കെ കണ്ടപ്പോഴേക്കും നമ്മൾ പൊള്ളാച്ചി എത്തി. അവിടെയായിരുന്നു നമുക്ക് നൈറ്റിലെ ഫുഡ്. മീൻകറിയും മോരുകറിയൊക്കെ കൂട്ടിയിട്ട് ഒരു സാധാരണ ഡിന്നർ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടും നമ്മൾ കുറച്ചു നേരം അവിടെ നിന്നായിരുന്നു. പിള്ളേര് ബബിൾസ് ഊതി കളിക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങളും കൂടി. അതിനുശേഷം നമ്മൾ ബസ്സിൽ കയറിയിരുന്ന് പിന്നെ ഭാവിയെ പറ്റിയുള്ള സംസാരങ്ങളായിരുന്നു. വണ്ടി പമ്പിൽ നിന്ന് എടുത്തതും പിന്നെ ഡാൻസും പാട്ടും ബഹളവും ഒക്കെ ആയിരുന്നു.
പെട്ടെന്ന് തന്നെ അന്തരീക്ഷം അങ്ങ് നീലമയമായി. അങ്ങനെ ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു മൂവി ഇട്ടു. കുറച്ച് പേരൊക്കെ ഉറങ്ങിയായിരുന്നു, പക്ഷെ ഞാൻ ഈ ഫിലിം കാണാത്തതുകൊണ്ട് അത് മൊത്തം ഇരുന്ന് കണ്ടു. സമയം ഒരു മണിയായപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ വേളാങ്കണ്ണിയിലെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫോളോ ഫോർ മോർ.